സകല സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു. ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റവും വലിയ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച വിഷയത്തോടനുബന്ധിച്ച് വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടുന്ന ചില ബേസിക്സ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇന്നത്തെ വചന പഠനം ഈ ക്ലാസ് കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത ക്ലാസ് കൊണ്ട് പ്രവചന സത്യങ്ങൾ 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെയുള്ളത് നാം തീർക്കുന്നതാണ്. അതിനുശേഷം ഏത് പോർഷനാണ് എടുക്കേണ്ടത് എന്ന് സ്ഥിരമായി ക്ലാസ്സിൽ കടന്നു വരുന്നവരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം ചെറിയൊരു ബ്രേക്ക് കൊടുത്തിട്ടെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം, ഞാൻ ഏകനായി ഈ ഭവനത്തിൽ കഴിയുക. എൻ്റെ ഏകത്വം ഇല്ലാതാക്കുന്നത് ഈ സത്യവേദ പുസ്തകമാണ്. അപ്പോൾ ഈ വചനം നാം വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് കൂടെ ഉണ്ട്, അഥവാ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു സ്ട്രോങ് ഫീലിംഗ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്കും അപ്രകാരം വേദ പഠനത്തിലൂടെ ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കും. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, വേദപുസ്തകം ശരിയായിട്ട് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന അനേക ദൈവദാസന്മാർ തന്നെ ദൈവസഭയിലുണ്ട്. അതിന് ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, മറ്റുള്ള വിഷയങ്ങളൊക്കെ പ്രാധാന്യമേറിയതല്ലേ എന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിലെ എല്ലാ വിഷയങ്ങളും പ്രാധാന്യമുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ന്യായീകരണം, നീതീകരണം എന്നീ 2 വിഷയങ്ങളെ കുറിച്ച് ഒന്ന് തൊട്ട് സംസാരിച്ചു പോയി. രക്ഷിക്കപ്പെടാൻ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ആവശ്യമുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞിട്ട് നാം സ്നാനപ്പെട്ട് അന്യഭാഷയിൽ 2-3 വാക്കുകളൊക്കെ പറഞ്ഞ് മീറ്റിങ്ങുകളിലൊക്കെ കൂടി, ഇനി ഒരർത്ഥത്തിൽ എല്ലാ തിരുവത്താഴത്തിലും കൂടി എല്ലാവരുമായിട്ട് സ്നേഹമായിട്ടൊക്കെ വർത്തിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഇന്ന് കാര്യമാത്ര പ്രസക്തമായി ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കുക. ഞാൻ അല്പം കടിച്ചു മുടിച്ച് പറയുന്ന സ്വഭാവക്കാരനാണെന്ന് നിങ്ങൾക്കറിയാം. അത് എൻ്റെ സംഭാഷണ ശൈലിയല്ല, അത്രത്തോളം പ്രാധാന്യം വേദത്തിനുള്ളത് കൊണ്ടാണ്. അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. പൊത്തുവരുത്തപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഒരുവൻ 5 താലന്ത്, ഒരുവൻ 2 താലന്ത്, ഒരുവൻ 1 താലന്ത്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. പൂഴ്ത്തി വെക്കുന്നവൻ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഇന്നത്തെ വിഷയം വളരെയധികം പ്രാധാന്യമുള്ള, നമുക്കേവർക്കും ഒരർത്ഥത്തിൽ അതിന്റെ ഉപരിതലം മാത്രം മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഇന്ന് അല്പം ആഴത്തിലേക്ക് കടക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ, എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് അറിയത്തുള്ളൂ. വളരെ ഭംഗിയായിട്ട് പ്രസംഗിക്കുന്ന ശുശ്രൂഷകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. നല്ലപോലെ പാടുന്ന ദൈവദാസന്മാരുണ്ട്. നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം കൃത്യമായി പഠിക്കുവാൻ തക്കവണ്ണം അവർ സമയം എടുക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞു, ഈ റോയ്മോൻ ഇവിടെ ക്ലാസ് ഇരിക്കുന്ന നമുക്ക് ക്ലാസ് എടുക്കാൻ ഒരു പ്രചോദനം. കാരണം എന്ന് ഈ ക്ലാസ്സിൽ കയറിയോ ഇന്നേ തീരെ മുടക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം ലീല അവിടുന്നുകൊണ്ട് വെള്ളം വല്ലതും കുടിക്കാനോ ചായ കുടിക്കാനോ വല്ലതും പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്നല്ലാതെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത്, നമ്മളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവൊന്നും അല്ല പ്രാധാന്യമായിട്ടുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനം
കൃത്യമായി പഠിക്കുവാൻ തക്കമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളും അത് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് അഥവാ വചന പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരു വാക്ക് എനിക്കും പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിസ്തുല്യ ദൈവമേ, നിന്റെ വചനത്തെ വ്യക്തമായി നീ ഞങ്ങളെ മനസ്സിലാക്കി തരണമേ. അതിനായി നിന്റെ പാദങ്ങളിൽ ഞങ്ങൾ കുമ്പിടുകയാണ് കർത്താവ്. ഞങ്ങളുടെ ഹൃദയത്തിന് ഒരു രൂപാന്തരം ഉണ്ടാകുക. ഞങ്ങളുടെ ആകൃതിയും പ്രകൃതിയും ആത്മീകമായി മാറും കർത്താവെ. ആ ഒരു തലത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കുകയാണ്. ഒന്നും ഇല്ല എന്നുള്ള ഒരു ബോധ്യം ഞങ്ങളിൽ നീ നൽകണം. ഇന്ന് നീ തന്നിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നും ലഭ്യമാകുക സാധ്യമല്ല എന്നുള്ള ആ നിസ്സഹായത ഞങ്ങൾക്കുണ്ടാകാൻ എല്ലാ ഹൃദയങ്ങളെയും തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ. സ്തോത്രം. വിവാഹ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പറയും, ഇത് നിങ്ങളുടെ ഒന്നാമത്തെ പ്രാധാന്യമുള്ള ദിവസമൊന്നും അല്ല. ഒന്നാമത്തെ പ്രാധാന്യത നമ്മുടെ ജീവിതത്തിൽ നാം കൊടുക്കേണ്ടത് കർത്താവിനെ വാസ്തവമായി സ്വന്തം രക്ഷിതാവായി അംഗീകരിച്ച ആ ദിവസം. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നാം കർത്താവായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുമ്പോൾ കർത്താവ് നമ്മെയും അംഗീകരിച്ചതായിട്ടൊരു ബോധ്യം നമുക്കുണ്ടാകണം. ഇതൊരു വൺ വേ ട്രാഫിക് അല്ല. ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സാധാരണ ഭാഷയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ തക്കവണ്ണമുള്ള സാധാരണ ഭാഷ. വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ വചനം നമ്മെ അവനോട് അടുപ്പിക്കുന്നു എന്നതിലുപരി ആ വചനം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കഴിവും നമുക്കുണ്ടാകാം. ഇപ്പോൾ ഞാനൊരു വ്യക്തിയെ കണ്ടാൽ തൻ്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് എനിക്ക് വല്ലതും അറിയാം. അതെ, പക്ഷെ നിങ്ങൾ എന്നെ കാണുന്നു, എന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പ്രസംഗിക്കുന്നുള്ളത് നിങ്ങൾ പറയാ പ്രസംഗം കൊള്ളാം അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നൊക്കെ പറയുന്നതല്ലാതെ നമ്മുടെ ഉള്ളിൽ വളരെ കൃത്യമായിട്ട് അന്യോന്യം മനസ്സിലാക്കുന്നില്ല. ഹാർട്ട് അറ്റാക്കായി ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് ഈ മനുഷ്യന് ഒരു ഹൃദയരോഗിയായിരുന്നല്ലോ എന്ന്. ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തിന് മുൻപാകെ ഒന്നും മറച്ചു വെക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യത്തോടുകൂടെ ശ്രവിക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് വിശാലമാക്കട്ടെ. വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം, നാം രക്ഷയിലേക്ക് വന്ന ദിവസം. ശിക്ഷയിൽ നിന്നാണ് നാം രക്ഷയിലേക്ക് വന്നത്. ശിക്ഷ എവിടെ തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ രക്ഷിക്കപ്പെടുവാനുള്ള സത്യവേദ പുസ്തകത്തിലെ ഈ ലോകത്തിലെ സകല വ്യക്തികളും കരുതുന്ന, ബഹുമാനിക്കുന്ന, വിശേഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-10 വാക്യങ്ങൾ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അതിലേക്ക് വന്നു. എന്നാൽ നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ 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 പ്രാധാന്യം ആ 9-10 വാക്യങ്ങളിൽ പൗലൂസ് അടക്കിയിട്ടുണ്ട്. അത് പൗലൂസിന് പ്രകടമാക്കുവാൻ തക്കവണ്ണം കൃത്യമായി കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ 1841 ആദ്യത്തെ മലയാളം വേദപുസ്തകം റെവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി എഴുതുന്നത്. അപ്പോൾ 1841 താൻ എഴുതുമ്പോൾ താൻ ഒറ്റയ്ക്ക് അങ്ങനെ എഴുതിയല്ല. നമ്മുടെ പ്രീമിയർ ബൈബിളിലൊക്കെ അതിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഒരു എബ്രായ പണ്ഡിതൻ മോസസ് തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഒരു സംസ്കൃത പണ്ഡിതൻ വൈദ്യനാഥ അയ്യർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പേരാണ് ഇംഗ്ലീഷ് മലയാളം പണ്ഡിതനായ ചാത്തുമേനോൻ. ഇടയ്ക്ക് ഒരു ശുശ്രൂഷ എന്നോട് ചോദിച്ചാൽ, സാറേ അത് ചാത്തുമേനോനാണോ ചന്തുമേനോനല്ലേ? ചന്തുമേനോൻ എഴുതിയ ഇന്ദുലേഖ വേറെയാ. ചാത്തുമേനോൻ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച ഈ പുസ്തകത്തിലേക്കാണ് നമ്മുടെ
സാധാരണയുള്ള വ്യക്തികളുടെ നോളജ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നാച്ചുറലി ഊഹിക്കാം, ചാത്തുമേനോൻ എന്നൊരു പേരുണ്ടോ, ചന്തുമേനോൻ അല്ലേ. അപ്പോൾ ഇവരുടെ അവഗാഠമായ പാണ്ഡിത്യമാണ് വേദപുസ്തകം നാം ഇന്ന് വായിക്കുന്ന. ഇതിനകത്ത് റീഫർമേഷൻസ് വന്നിട്ടുണ്ട്, റീട്രാൻസ്ലേഷൻസ് വന്നിട്ടുണ്ട്. എന്നാലും ബേസിക്കലി അവരെഴുതിയ ആ മലയാളം വേദപുസ്തകമാണ് നാം ഇന്ന് പാഠ്യവിഷയമാക്കി എടുക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് പണ്ഡിതനായ ചാത്തുമേനോൻ കൃത്യമായിട്ടുള്ള പരിഭാഷ പല പ്രധാന പദങ്ങളിലും ഉപയോഗിച്ചിട്ടില്ല. ആയതുകൊണ്ട് മലയാളം വേദപുസ്തകം തെറ്റെന്നല്ല പറയുന്നത്, ദിസ് ഈസ് കണക്റ്റഡ്. എന്നാൽ നമ്മുടെ ബൈബിൾ ക്ലാസ് നമ്മൾ വ്യക്തമായി ബൈബിൾ പഠിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം പറയാനല്ല, അതൊക്കെ വേണം. ആത്മാവിൽ ആറാടാനല്ല. എന്താണ് വാക്യം നമ്മെ മനസ്സിലാക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ഉൾമനുഷ്യന് ബോധ്യമാകണം. അവിടെയാണ് സമയമെടുക്കുന്നത്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പല കാര്യങ്ങളെ കുറിച്ചും വാചാലമായിട്ട് സംസാരിക്കാൻ, അടുത്ത പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഇന്നതാ വാക്യം, ഈ വാക്യം നിങ്ങൾ അപഗ്രഥിച്ച് ഒരു മെസ്സേജ് തയ്യാറാക്കി കൊണ്ടുവരണം. ഇനി എല്ലാ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലും അങ്ങനെ വാക്യം കൊടുക്കാൻ പോകും. എല്ലാവർക്കും കുറച്ച് മാസ്റ്റർ പീസ് ഉണ്ട്, അത് 2-3 കാണും, അത് അട്ടിച്ച് വിടാൻ ഒരു പാടുമില്ല. ഏതായാലും ഒരു അല്ലാതെയുള്ള ഒരു വാക്യം നിങ്ങൾ പഠിച്ചിട്ട് അതിന് കുറച്ചേരം ഇരുന്ന് വേർക്കണം, കുറച്ചേരം ഇരുന്ന് ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് മതി എന്ന് ഞാനങ്ങ് ധരിച്ചതാ. അത് കൃത്യമായിട്ട് സെൻട്രൽ പാസ്റ്ററോട് പറഞ്ഞില്ല. അതിപ്പോ അടുത്ത പാസ്റ്റേഴ്സ് മീറ്റിംഗ് അടുത്ത മാസമാണ് ഞാൻ എൻ്റെ വിഷയം കൊടുത്തേക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, വിശദമായി വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തക്കോണം നമുക്ക്. അതുകൊണ്ട് ആ വേദപുസ്തകം പറയുന്നതെന്ന് അന്യോന്യം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയില്ല. നമ്മുടെ ഉൾമനുഷ്യൻ എങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും എങ്ങനെയാണെന്ന് തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയ്ക്ക് പോലും മനസ്സിലാവില്ല, ഭർത്താവിന് പോലും മനസ്സിലാവില്ല. അപ്പോൾ സകലവും അറിയുന്ന ദൈവത്തിന്റെ മുൻപാകെയാണ് നാം എന്നുള്ളത് മാത്രം മനസ്സിലാക്കി ഭയത്തോടും മുറയലോടും കൂടെ ആ ഭാഗത്തേക്ക് നമുക്കൊരു ചിന്തയൊന്ന് കൊണ്ടുപോകാം. അപ്പോൾ ഏറ്റവും മാർമികമായിട്ടുള്ളത്, നിങ്ങൾക്ക് രക്ഷ ലഭിച്ച ആ പ്രത്യേകമായ അവസ്ഥയാണ് എങ്കിൽ ആ അവസ്ഥയ്ക്ക് നമ്മെ സഹായിക്കുന്ന റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ഞാൻ ഈ സിന്ധുവിനെ വായിക്കാൻ ഏൽപ്പിച്ചതിന് ഒരു കാരണമുണ്ട്. എന്റെ ശബ്ദം കൂടുന്നതനുസരിച്ച് അവളുടെ ശബ്ദവും കൂടും. എന്റെ ഏത് രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്നുള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഒന്നും പറയണ്ട, സിന്ധുവിന്റെ ശബ്ദവും കൂടും. അത് ക്രിസ്പൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ് അവളെ തന്നെ ഈ പരിപാടി ഏൽപ്പിച്ചേക്കുന്നത്. അല്ലാതെ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടൊന്നുമല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ 9-ാമത്തെ വാക്യം ഞാൻ ആകെ ഒരു രൂപം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നു, അത് ഒരിക്കൽ കൂടെ തരാം. കർത്താവായി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ 9-ാമത്തെ വാക്യത്തിലെ കാര്യത്തിൽ നിനക്ക് കഴിയുന്ന ഒരൊറ്റ പദമേ മലയാളം വേദപുസ്തകത്തിലുള്ളൂ. എന്താ വായിച്ചേ? 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഞാൻ 2-3 ശുശ്രൂഷകന്മാരൊക്കെ പറഞ്ഞു ഇന്നത്തെ ക്ലാസ് വളരെ പ്രാധാന്യമുള്ളതാണ്, ഇതാ പഠിപ്പിക്കുന്നത്, അതൊന്ന് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അവരെ ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കിയില്ല, എന്നാലും ഞാൻ പറയുക, കയറിയിട്ടില്ലെങ്കിൽ ഞാൻ നാളെ ചോദിച്ചോളാം. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമുക്ക് അത്രയും വചനം പഠിക്കാൻ തക്കമുള്ള ഇൻട്രസ്റ്റ് ഉള്ളൂ. ഈ 9-ാം വാക്യത്തിൽ ചാത്തുമേനോന്റെ ട്രാൻസ്ലേഷനിൽ പ്രകടമായിട്ട് നാം കാണുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇതിപ്പോ ഒരു ഓൺലൈൻ പോലെ ഇങ്ങനെ സൂമിലായതുകൊണ്ട് നിങ്ങളോട് ചോദിക്കാനും അംഗം കാണിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും.
ബാഹ്യമായിട്ട് നാം കേട്ടത് എന്തുവാ? ഈ വാക്യാനുസരണം ബാഹ്യമായി നാം കേട്ടത് എന്തുവാ? കർത്താവ്. ആ കർത്താവ് എന്ന 3 അക്ഷരങ്ങൾ പറയുന്നത് മാത്രമാണ് ഒരു വിശ്വാസിയുടെ രക്ഷിക്കപ്പെടുന്നതിനുള്ള ബാഹ്യലക്ഷണം. കർത്താവ് എന്ന പദം, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ പിറകിൽ നീ ഉദ്ദേശിക്കാത്ത വൻ പ്രവർത്തനങ്ങളുടെ സമ്മേളനമാണ് കർത്താവ്. ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇല്ലേ? ഇവിടെ വേദോസി പറഞ്ഞ എന്തുവാ? കർത്താവ് എന്ന ഒറ്റ പദം. ശ്രദ്ധിക്കണേ, ആ ഒരു വാക്യത്തിൽ തന്നെ നാം ചിന്തിക്കാത്ത പല ആലോചനകളും ഉള്ളത് കൊണ്ട് അത് സവിസ്തരമായി എടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിവിനനുസരിച്ച് നാം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. എന്താ പറയുന്നത്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയണം. ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവെന്ന ഒരു പദത്തിന്റെ പിറകിൽ നാം ഉദ്ദേശിക്കാത്ത വൻ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ചാത്തുമേനോന്റെ ട്രാൻസ്ലേഷനിൽ കർത്താവ് എന്ന് നമുക്ക് ഉച്ചരിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചത്, അല്ലെ? ഞാൻ ആ വാക്യത്തെ എടുക്കുക. എന്നാൽ അതല്ല അതിന്റെ വാസ്തവം. വളരെ കൃത്യമായിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. 1912 അറ്റ്ലാന്റിക് ഓഷനിൽ ടൈറ്റാനിക് കപ്പൽ മുങ്ങി. നിങ്ങൾക്ക് ഞാൻ പണ്ട് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണില്ലായിരിക്കും. 889 അടി നീളവും 92 അടി വീതിയുമുള്ള ഏറ്റവും വലിപ്പമേറിയ ഒരു കപ്പൽ. അവിടെ മൊത്തമായി ഉണ്ടായിരുന്ന 2223 ആൾക്കാരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. ഇതിന്റെ 2 പാർശ്വഭാഗത്തും 8 കമ്പാർട്ട്മെന്റ്സ്, വാട്ടർ കമ്പാർട്ട്മെന്റ്സ്. അത് പ്രത്യേകമായി ഒരു കാരണവശാലും എവിടെങ്കിലും ഇടിച്ച് ഏതെങ്കിലും ഒരു വാട്ടർ കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയാൽ, 4 വാട്ടർ കമ്പാർട്ട്മെന്റിൽ വെള്ളം കയറിയാലും ഈ കപ്പൽ മുങ്ങില്ല. അത്രത്തോളം സ്ട്രോങ് ആയിട്ട് പണിത ഒരു കപ്പലാണ്. ഈ കപ്പലിനെ 1912 ഏപ്രിൽ, കൃത്യമായിട്ടുള്ള ദിവസം ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം ഈ പഴയ ഓർമ്മയൊന്നും എനിക്ക് ഇല്ല. 14-ാം തീയതി ഏപ്രിൽ 1912 വ്യക്തമായി അവർ കണ്ടു ദൂരെ ഒരു ചെറിയ ഐസ്ബർഗ് മഞ്ഞുകട്ട. കപ്പലിന് വളരെ മുമ്പിലായതുകൊണ്ട് ഈ ഐസ് കട്ട ചെറുതായി കണ്ടു. അത് ശരിയായിട്ടുള്ള ഉയരം ഒരു 60 അടി 70 അടി വെള്ളത്തിന് മുകളിലുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റനോട് ഇതര കപ്പലുകൾ പറഞ്ഞു, നിങ്ങൾ ഐസ്ബർഗുകൾ ഉള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത്, സൂക്ഷിക്കണേ. അപ്പോൾ കപ്പലിന്റെ ആർക്കിടെക്റ്റും അവിടെയുണ്ട്, ക്യാപ്റ്റനും ഒക്കെ ഉണ്ട്. ഇത്ര സ്ട്രോങ് ആയിട്ട് പണിത ഒരു കപ്പൽ ഈ ഐസ്ബർഗ് എന്ത് ചെയ്യാനാ? ഐസ്ബർഗിന്റെ ഒരു ഉപരിതലം മാത്രമേ കടൽ കാണുന്നുള്ളൂ. പറയാനല്ലാതെ കപ്പലിനെ കുറിച്ച് പറയാനൊന്നും അല്ല ഞാൻ ആ ഭാഗമെടുത്തത്. ഇപ്പൊ ഈ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്താസകലമുള്ള ആളുകൾ ആ ഗൂഗിളിൽ പോയി ആ ഒരു കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അത് വരുന്ന ഇവർക്ക് വലിയൊരു ഇൻകം കിട്ടും. ഗൂഗിളിന്റെ മേധാവി ആരാണെന്നറിയാം? പിച്ചുവോ? ഇങ്ങനെ കണ്ട ആ ഫുൾ നെയിം. പുള്ളിയുടെ ഒരു ദിവസത്തെ ഇൻകം എത്രയെന്നറിയാം? ശമ്പളം 5 കോടി രൂപയാണ്. ഒരു ദിവസത്തെ ശമ്പളം 5 കോടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് 5 കോടി രൂപ ഒരു ദിവസം ശമ്പളം കിട്ടുമ്പോൾ എത്രയോ സ്റ്റാഫ്സ് ഉണ്ട്, എത്ര കോടികൾ അതിന് ചെലവാകും. അപ്പോൾ ഒരു ദിവസത്തെ നമ്മളുടെ ഒരു ടാപ്പ് മൂലം ലോകത്തെ മുഴുവൻ 810 കോടി ജനങ്ങളിൽ ഒരു വലിയ സംഖ്യയും വാസ്തവത്തിൽ അതിലേക്ക് അവർ ആകൃഷ്ടരായി ചെയ്യുമ്പോൾ അവരുടെ ഇൻകം എത്രയാണെന്നുള്ളത് ഓർക്കണം. അവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ഐസ്ബർഗ് കടലിൽ കിടക്കുകയാണ് എങ്കിൽ ഇതിന്റെ നീളം ഏകദേശം 400 അടി, അതിന്റെ വീതി ഏകദേശം 180 അടി. ഭീമോകാരമായ ആ ബർഗിന്റെ മുകൾ ഭാഗം വാസ്തവത്തിൽ ഒരു 10% മാത്രമേ മുകളിലുള്ളൂ. 90% ഐസും വെള്ളത്തിന്റെ അടിയിലാണ്.
ഈ ഐസ്ബർഗ് അലിഞ്ഞു തീരണമെങ്കിൽ 2-3 വർഷം എടുക്കും. സൂര്യന്റെ ചൂട് കൊണ്ട് ഇത് അലിഞ്ഞു തീരണമെങ്കിൽ. ക്യാപ്റ്റൻ പറഞ്ഞു ടൈറ്റാനിക് യാതൊരു വിധത്തിലും മുങ്ങുകയില്ല, നേരെ അതിന്റെ ദിശ മാറ്റാതെ ഐസ്ബർഗിലേക്ക് ആ കപ്പൽ തിരിച്ചു വിട്ടു. അവരുടെ കപ്പൽ നേരെ പായിച്ചു. കാരണം എന്താ? ഐസ് കട്ടകൾ 2 സൈഡിലേക്കും പോയിക്കൊള്ളും, നിർബാധം ഈ കപ്പൽ പോകാം എന്ന് ധരിച്ചു. ഞാൻ പറഞ്ഞതിന്റെ സാരം, സത്യവേദ പുസ്തകത്തിൽ കർത്താവേ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പിറകിൽ ഐസ്ബർഗിനേക്കാളും എത്രയോ വലിയ ദൈവിക മാർമ്മ്യങ്ങളും രഹസ്യങ്ങളും ദൈവികമായ അനുഭൂതികളും അനുഭവങ്ങളും ദൈവം നിനക്ക് നൽകിക്കൊണ്ടാണ് കർത്താവേ എന്ന ഏക വാക്ക് നിനക്ക് ഉച്ചരിപ്പാൻ തക്കവണ്ണം ദൈവം അധികാരം തന്നു. കപ്പൽ മുങ്ങി, 1517 ആളുകൾ മരിച്ചു. ഏകദേശം 706 ആളുകൾ ജീവിച്ചു. അതൊക്കെ വേറെ കാര്യം. ഞാൻ ടൈറ്റാനിക്കിന്റെ കാര്യം പറയാനല്ല. നാം ഉദ്ദേശിക്കുന്നതല്ല കർത്താവ് എന്ന പദത്തിന്റെ വില. എന്നാൽ സമഗ്രമായ ഒരു പഠനം നമുക്ക് അവിടെ നാം നടത്തുകയാണ് എങ്കിൽ നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലിരിക്കുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു സമ്മിശ്ര ഘടകമാണ് സ്നാന ശുശ്രൂഷയിൽ നിങ്ങൾ പറയുന്നത്. അതൊക്കെ വെറുതെ അങ്ങനെ എഴുതി നിങ്ങൾക്ക് വാക്കുകൾ തരുന്നതല്ല. നിങ്ങളുടെ സംസ്കൃതം കൊണ്ടുവരാനല്ല സ്നാന ശുശ്രൂഷയൊക്കെ. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപേ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിൽ വന്നു. 33 വർഷക്കാലം ഇവിടെ ജീവിച്ചു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ വാനായ ലോകത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നു. അവൻ പിന്നെയും നിങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം വരും എന്നതിൽ ജോർജ് ഫിലിപ്പേ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞൊരു ഒറ്റ വാക്കുകൊണ്ട് പരിപാടി കഴിഞ്ഞു. പക്ഷെ അതിനകത്തുള്ള അർത്ഥവ്യാപ്തി എന്ന് പറയുന്നത് വളരെ വളരെ നമ്മുടെ ചിന്തയ്ക്കും അതീതമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ വചനം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് 9-ാം വാക്യത്തിന്റെ, സിന്ധു ശ്രദ്ധിച്ചോണം, ആദ്യ വാചകത്തിന്റെ ആദ്യ ഭാഗം ഒന്ന് വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. എന്ത് നിസ്സാരമാണെന്ന് നോക്കിക്കേ. ഏത് ദുർമാർഗത്തിൽ ജീവിച്ചവൻ, ഏത് മ്ലേച്ഛകരമായ ജീവിത രീതിയിൽ മുന്നോട്ട് പോയവൻ, ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ തക്കവണ്ണം യോഗ്യതയില്ലാതിരുന്ന നമ്മളെ കർത്താവായി എന്ന ഒരൊറ്റ വാക്ക് പറയുമ്പോൾ രക്ഷയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു മൗഢ്യജീവിയാണോ? അല്ല. എന്റെ ദൈവം അതിന്റെ പിറകിൽ പ്രവർത്തിച്ച നമ്മുടെ ചിന്തക്കതീതമായ പ്രവർത്തനങ്ങളാണ് വ്യക്തമായി നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് എന്ന് ഓർക്കണം. അത് പഠിപ്പിക്കാനാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഉദ്യമം എത്രത്തോളം ഫലപ്രദമാകും എന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇംഗ്ലീഷ് വേദപുസ്തകത്തിലേക്ക് നമുക്ക് ആ ചിന്തയെ കൊണ്ടുവരാം. 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം സിന്ധു വായിക്കാമോ? അല്ലെങ്കിൽ ആ ഭാഗം ഞാൻ വായിക്കാം. അടുത്ത ഭാഗം ഞാൻ വേറെ ഹോംവർക്ക് എഴുതിയ ലേഖനത്തിലെ 5:1, 5:9 വാക്യങ്ങളൊക്കെ ഇംഗ്ലീഷ് വേദം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ് വേദപുസ്തകം നമ്മുടെ സൈഡില് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. That if thou shalt confess with thy mouth the Lord Jesus. വ്യത്യാസം വളരെ കൃത്യമായിട്ട് വന്നു. മലയാളം വേദപുസ്തകത്തിൽ ലോഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, യേശുവിനെ കർത്താവ്. ഇത് യോജിപ്പിക്കുവാൻ തക്കവണ്ണം ചാത്തുമേനോൻ ശ്രമിച്ചില്ല. യേശുവിന്റെ പേരതാണ്. പക്ഷേ കർത്താവ് എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവൻ. ദൈവമേ, ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് നിന്റെ കയ്യിൽ. എന്റെ സകല കാര്യങ്ങളും നീയാണ് ഇനിമേൽ നോക്കേണ്ടത്. നിന്റെ ഹിതപ്രകാരം മാത്രമേ ഞാൻ ഇനി ജീവിക്കുകയുള്ളൂ എന്നുള്ള സകല കാര്യങ്ങളുമായി ഏകപദത്തിൽ വരുന്നുണ്ട് കർത്താവ്. എന്നാൽ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് thou shalt confess with thy mouth the Lord Jesus. അവിടെ കർത്താവ് എന്നുള്ളതിന് പകരം ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ 2 പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്താണ്? ലോർഡ്, കർത്താവ്. 2 എന്താണ്? യേശു എന്നത്. രണ്ടിനും വ്യത്യസ്ത അർത്ഥങ്ങളല്ലേ?
കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല കാര്യങ്ങളും അധികാരങ്ങളും കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കർത്തൃത്വം നടത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ വളരെ വ്യക്തമായി ആ കർത്താവ് എന്നുള്ള പദത്തിൽ എല്ലാ അർത്ഥങ്ങളും അടങ്ങി എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്? യേശു എന്ന എൻ്റെ കർത്താവ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. മത്തായി 1:21 വായിച്ചാട്ട് വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് യേശു എന്ന് നാം വിളിക്കേണ്ടത്? യേശു നമ്മുടെ പാപങ്ങളെ അവൻ വ്യക്തമായി വഹിച്ച മാറ്റിയവൻ. ബാക്കി വായിച്ച 1:21. അവൻ തന്റെ ജനത്തെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്ന പേർ നമ്മുടെ ജീവിതത്തിൽ ബാധകമാകുന്നത് നീ ഒരു പാപിയായിരുന്നു എന്നും ആ പാപത്തെ രക്ഷിപ്പാൻ വേണ്ടിയാണ് ദൈവം അവന് യേശു എന്ന പേർ കൊടുത്തത്. ഗബ്രിയേലിന്റെ വായിലൂടെയാണ് ആ വാക്കുകൾ വരുന്നത് എങ്കിലും ആ വാക്കുകൾ ആരുടെയാണ്? ദൈവത്തിന്റെ വാക്കുകളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവന്റെ ജനനത്തിന് അനാദികാലങ്ങൾക്ക് മുൻപ് യേശു എന്ന പേർ സ്വർഗ്ഗത്തിലെ തൃത്വം നിശ്ചയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങളെ വഹിക്കുവാൻ കഴിവുള്ളവനായതുകൊണ്ടാണ് അവന് യേശു എന്ന് പേരിട്ടത്. അപ്പോൾ യേശു കർത്താവ് എന്നുള്ള യഥാർത്ഥ ട്രാൻസ്ലേഷനാണ് അവിടെ വരേണ്ടത്. അവിടെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തെ ഞാൻ നിനക്ക് തരുന്നു, പക്ഷെ നീ ആരാണ്? എന്റെ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നവനാകൊണ്ട് അതിനാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് കർത്താവായ യേശുവേ. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അവിടെ 2 സ്റ്റെപ്പുകളായിട്ടാണ് ആ വാചകം തന്നെ നാം മനസ്സിലാക്കേണ്ടത്. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും, അപ്പോൾ യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുന്നതിന് മുമ്പേ 2 കാര്യങ്ങൾ നാം അറിയണം. ഒന്ന്, അവൻ കർത്താവാണ്, കർത്തൃത്വം നടത്തുന്നവനാണ്. 2, അവൻ യേശുവാണ്, നമ്മുടെ പാപങ്ങളെ അവൻ വഹിക്കുവാൻ തക്കവണ്ണം വന്നവനായതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഈ 2 കാര്യങ്ങളും പറയുന്നത് ഒരൊറ്റ പ്രവൃത്തിയിലാണ്, ഏറ്റുപറയുക. സ്തോത്രം. ശ്രദ്ധിക്കണേ. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്ന് ഒരു ദൈവത്തിന്റെ ദാസി നിന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു നിനക്ക് പറയുവാൻ സാധ്യമല്ല. കാരണം അവിടെ ഏറ്റുപറയുക എന്ന ഒരു പദം അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സകല പാപങ്ങളെയും നാം ഏറ്റുപറഞ്ഞെങ്കിൽ മാത്രമേ ഈ യേശു എന്ന പേർ നമ്മുടെ രക്ഷയ്ക്ക് ഉപയോഗപ്രദമാവുകയുള്ളൂ. പല ശുശ്രൂഷകന്മാരും യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറ, ഇപ്പം നീ രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ്? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവ് നിനക്കുണ്ടാകുന്നത് വരെ, അപ്പോൾ ലോകപ്രകാരമുള്ള ജ്ഞാനം നിനക്കുണ്ടാകുന്നത് വരെ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എൻ്റെ യേശുവിനെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ശരിയല്ല എന്ന് ബോധ്യമാകുന്ന ആ പ്രായത്തിലാണ് നീ മനസ്സിലാക്കേണ്ടത് എന്റെ സകല തെറ്റുകളെയും എന്റെ സകല കുറ്റങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരുവനാണ് എന്റെ യേശു. ആ യേശുവാണ് എന്നെ കർത്തൃത്വം നടത്തേണ്ടത് എന്നുള്ള വിശ്വാസം നിനക്കുണ്ട് എങ്കിൽ ആദ്യമായി നിന്റെ ഉള്ളിൽ നീ എന്റെ ദൈവത്തോടാണ് ഈ കൺഫെഷൻ. ഇത്തരം സമുദായങ്ങൾ കാണുന്ന പോലെ പുരോഹിതന്മാർ നടുവിൽ ചെന്ന് കൺഫസ് ചെയ്യുക എന്നുള്ളതല്ല. നാം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ കൃത്യമായി മനസ്സിലാക്കി, ദൈവമേ ഇനി ഞാൻ ആവർത്തിക്കുകയില്ല, ഞാൻ തെറ്റുകാരനാണ് എന്നുള്ള ആ കൺഫെഷൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തിടത്തോളം കാലം നീ യേശുവിനെ കർത്താവ് 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 എന്ന് 1000 വട്ടം വിളിച്ചാലും രക്ഷ നിനക്ക് സംജാതമാവുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ജൽപ്പനങ്ങൾ ഇന്നത്തെ ഈ യുവതലമുറയിൽ അഥവാ ഈ യുവ ബെന്റക്കോസ്റ്റൽ ഗ്രൂപ്പുകളിൽ ഏറെ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ അന്യഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? അന്യഭാഷയിൽ സംസാരിച്ചിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അവനെ കാണുന്നത് ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനത്ത്.
പിന്നെ എങ്ങനെ ഇത് അന്യഭാഷ എന്ന് പറയാൻ പറ്റുക? അപ്പോൾ ഇവിടെ നാം എന്താണ് മനസ്സിലാക്കുന്നത്? നാം വളരെ കൃത്യമായി അത് മനസ്സിലാക്കണം. ആദ്യത്തെ നടപടി, thou shalt confess. അപ്പോൾ കർത്താവേ എന്ന നിന്റെ അധരം കൊണ്ട് നീ ഉച്ചരിക്കണമെങ്കിൽ, നീ ഒരു പാപിയാണ് എന്നുള്ള ബോധം നിനക്കുണ്ടായിട്ട്, ആ പാപത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവനാണ് യേശു എന്ന് മനസ്സിലാക്കിയിട്ട്, എന്റെ പാപത്തിൽ നിന്നൊരു വിടുതൽ ലഭിച്ചു എന്ന് നിനക്ക് വ്യക്തമാകുമ്പോഴാണ് നിന്റെ രക്ഷയുടെ ആദ്യത്തെ ചാപ്റ്റർ അഥവാ ആദ്യത്തെ അവസരം നിനക്ക് ലഭ്യമാകും. അപ്പോൾ യേശുവിനെ കർത്താവെന്ന് നീ പറയുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിനക്കുണ്ടാകേണ്ടത്, ദൈവമേ ഞാനൊരു പാപിയാണ്, ഈ പാപത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ തക്കവണ്ണം നിനക്ക് കഴിയുമോ? ഓക്കെ, റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതീവ ശ്രദ്ധയോടിരിക്കണേ. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ശ്രദ്ധ വ്യതിരിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. 5-ാം അധ്യായം 1-ാം വാക്യം എടുത്തേ വായിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ശ്രദ്ധിക്കണേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇതാ ചാത്തുമേനോൻ എഴുതിയിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വേദപുസ്തകം സിന്ധു ഒന്ന് വായിക്കുക. സിന്ധു വായിച്ചാൽ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ വായിച്ചാൽ നിങ്ങൾ വിചാരിക്കും സാറ് ഏതാണ്ട് ഇംഗ്ലീഷ് ഒക്കെയാ വായിക്കുന്നത്. വായിച്ച സിന്ധു അത് 5:1. Therefore, since we have been justified by faith, we have peace with God through our Lord Jesus Christ. ഇത്രയൊക്കെ ഒപ്പിച്ചല്ലോ. ഇംഗ്ലീഷ് ഇത്രയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചല്ലോ. സ്തോത്രം. ദൈവം 3-4 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അവൾ എക്സ്പെർട്ട് ആവും. Therefore, being justified by faith. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നീതീകരണം. നീതീകരണത്തിന്റെ വാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറയണ്ട, ഓർമ്മയുള്ളവരൊന്ന് കൈ ഉയർത്തിക്കേ. നീതീകരണത്തിന്റെ വാക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നു. എന്താ? റൈച്ചസ്നെസ്. അപ്പോൾ വളരെ വ്യക്തമായി ഇവിടെ വിശ്വാസത്താൽ റൈച്ചസ്നെസ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ടോട്ടലി റോങ് ആ ബൈബിള് ആ വാക്യം. കാരണം ആദ്യമേ നമുക്ക് എന്ത് സംഭവിക്കണം? ജസ്റ്റിഫിക്കേഷൻ ലഭിക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നാം ഒരു കുറ്റം ചെയ്തിട്ട് കോർട്ടിൽ ചെന്നു. ഒരാളെ കൊന്നെന്ന് തന്നെ വിചാരിക്കുക. കൊന്നു, കോർട്ടിൽ ചെന്നു. നമ്മളിങ്ങനെ പേടിച്ചിരിക്കുക. സമർത്ഥനായിട്ടുള്ളൊരു വക്കീല് വളരെ വ്യക്തമായി വാദിച്ച് സാഹചര്യ തെളിവുകളൊക്കെ നമുക്ക് അനുകൂലമായതുകൊണ്ട് കോടതി വിധിച്ചു, ഹീസ് ഇന്നസെന്റ്, ഇവനെ വെറുതെ വിട്ടിരിക്കുന്നു. ഈ വെറുതെ വിട്ടിരിക്കുന്നു എന്ന കോർട്ടോട് നിന്റെ കയ്യിൽ വെച്ചെങ്കിൽ അല്ലാതെ നിനക്ക് രക്ഷയില്ല. അപ്പോൾ ആദ്യമേ നിനക്ക് ലഭിക്കേണ്ടത് എന്താണ്? വ്യക്തമായി കോർട്ടിൽ നിന്നുള്ള ഒരു ഓർഡർ, ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് നിന്റെ തെറ്റുകളെ കുറിച്ച് നീ വ്യക്തമായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നിന്റെ ഹൃദയാന്തർ ഭാഗത്തെ ചിന്ത വ്യക്തമായി ദൈവം മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് തരുന്നതാണ് ജസ്റ്റിഫിക്കേഷൻ അഥവാ ന്യായീകരണം. റോമർക്ക് ലേഖനം 5-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ ചാത്തുമേനോൻ അതങ്ങ് വിട്ടു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നീതീകരിക്കപ്പെടുക. അത് അപ്പോഴും സംഭവിക്കുന്ന കാര്യമല്ല. ആദ്യമേ നിനക്ക് കോർട്ട് ഓർഡർ കിട്ടണം. വ്യക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവം നിനക്ക് തരുന്നതാണ് ന്യായീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ. അതാണ് നിന്റെ വിമോചന ഉത്തരവ്. അടുത്ത വാക്യം എന്താ പറയുന്നത്? നമ്മുടെ കർത്താവ് നീതീകരിക്കപ്പെട്ടിട്ട്, എന്തോ അടുത്ത വാക്യം മലയാളത്തിൽ വായിച്ച, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പൊ ദൈവത്തോട് സമാധാനം വേണമെങ്കിൽ ഈ ന്യായീകരണം കിട്ടണം, കോർട്ടിന്റെ ഓർഡർ കിട്ടണം.
ഈ കോർട്ടിന്റെ ഓർഡർ നിനക്ക് തരുന്നത് പാസ്റ്ററുടെ മുമ്പിൽ വെച്ചായിരിക്കത്തില്ല. ചിലപ്പോൾ പ്രവാചകന്മാർ വല്ലതും അബദ്ധവശാ പറഞ്ഞാൽ ശരിയായിട്ട് വന്നേക്കാം. ഓക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിനക്കൊരു ബോധ്യമായി കഴിഞ്ഞാൽ ലോകത്തിലെ ഏത് ശക്തി നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിനക്കറിയാം എന്റെ കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങളെ ക്ഷമിച്ചു എന്നൊരു ബോധ്യം ഉണ്ടായാൽ അവൻ ഊർജ്ജസ്വലനായി നടക്കും. എന്താ? എന്റെ പാപങ്ങളെ എന്റെ കർത്താവ് മോചിച്ചു തന്നിരിക്കുന്നു, അഥവാ ഞാൻ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണം. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നീതീകരണം അല്ല. എന്താണ് അവിടെ വരേണ്ടത്? ന്യായീകരണം. തെളിവ്. 9-ാം വാക്യം കൂടെ വായിച്ചേ. 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ? ഓക്കെ, ശ്രദ്ധിക്കണം, അവിടെ നിർത്തിക്കോ. അപ്പോൾ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ആ 2ാമത്തെ പദവും ഇംഗ്ലീഷിൽ വായിക്കാമോ സിന്ധു? 5:9. Since therefore we have now been justified by his blood. Okay, for much more than being now justified by his blood. അപ്പൊ അവിടെ എന്തല്ല? നീതീകരണമല്ല. എന്താ അവിടെ വരേണ്ടത്? ന്യായീകരണമാണ്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ അടുത്ത സമാധാനം വേണമെങ്കിൽ നിനക്ക് ഈ ന്യായീകരണം കിട്ടണം. 2ാമത്തേത് കോപത്തിൽ നീ മരിക്കാതെ ഇരിക്കണമെങ്കിൽ നിനക്ക് ഈ ന്യായീകരണം കിട്ടണം. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ രക്ഷിക്കുവാൻ തക്കവണ്ണം സാധ്യമല്ലാത്ത വിധത്തിൽ നീ ഒരു പാപിയായിരിക്കുമ്പോൾ, നിന്റെ പാപം എന്ത് എന്ന് ഞാൻ പറയുന്നില്ല. നീ സ്വയമേവ ഏറ്റവും നല്ല വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാന്റും എല്ലാം ഇട്ടുകൊണ്ടാണ് മുമ്പിൽ വന്നിരിക്കുന്നത് എങ്കിലും നിന്റെ കണ്ണെങ്ങോട്ടാണ് പായുന്നത്, നിന്റെ ഹൃദയം ഏത് ചിന്തയിലാണ് പോകുന്നതെന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല, അഥവാ നമ്മെ കുറിച്ച് തന്നെ നമുക്കറിയില്ല. അപ്പോൾ പാപത്തിന്റെ ശരിയായ വട്ടത്തിൽ നീ മുന്നോട്ട് പോകുമ്പോൾ ചാട്ടവും ഓട്ടവും കൊണ്ട് നീ ഒരു ഭക്തനാണെന്നുള്ള ധാരണ ലോകത്തിന് കൊടുക്കരുത്. അതൊക്കെ നല്ലതാണ്. എന്നാൽ നിനക്ക് ഭവിക്കേണ്ടത് എന്താണ്? എന്റെ യേശുവിൽ നിന്ന് ഒരു ന്യായീകരണം. സാം തങ്കച്ചൻ ഇവിടെ ഉണ്ടോ? അതോ ചീഫ് ഹോസ്റ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും പോയേക്കാണോ? ആരെ ഈ ശബ്ദം ഉണ്ടാക്കുന്നത്? അവരുടെ മ്യൂട്ട് ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുന്നില്ലേ? കുഞ്ഞുമനെ ഒന്ന് നോക്കിക്കോ. അപ്പോൾ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് ന്യായീകരണം. ആരാ? ശോശാമ സൈമൺ. ഓക്കെ, പിന്നെ സൈമണിച്ച പ്രായമുണ്ടോ? നമുക്ക് ക്ഷമിച്ചേക്കാം. അപ്പോൾ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പാപങ്ങൾക്ക് ഒരു വിടുതൽ എന്റെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നേടിത്തരുമ്പോൾ എന്റെ ദൈവമാണ് നിനക്കൊരു ന്യായീകരണത്തെ നൽകുന്നത്. ഈ ന്യായീകരണം എന്ന് പറയുമ്പോൾ അത് നിനക്കൊരു ഓർഡറാണ്. അത് എന്താകുന്നില്ല? നീതീകരണമാകുന്നില്ല. ന്യായീകരണവും നീതീകരണവും അഭേദ്യമായ ബന്ധമുള്ള 2 യവന പദങ്ങളാണ്. ഒരു ഇലയുടെ 2 വശങ്ങളായിട്ട് നമുക്കതിനെ കൃത്യമായിട്ട് ചേർക്കാം. അപ്പോൾ ന്യായീകരണം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ ന്യായീകരണം കഴിഞ്ഞിട്ടാണല്ലോ നീതീകരണം. നീതീകരണം നിനക്ക് ലഭിക്കണമെങ്കിൽ നിനക്ക് ന്യായീകരണം ലഭിക്കണം. ന്യായീകരണം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ പാപങ്ങളിൽ നിന്ന് നിനക്കൊരു അറിവുണ്ടാകണം. ഈ പാപങ്ങൾ എന്ന് പറയുന്നത് നീയും കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഇടപാട്. മനസ്സിലായോ? ഇതുവരെ മനസ്സിലാക്കിയപ്പോൾ തങ്ങളുടെ വലതു കാര്യങ്ങളും ഉയർത്തിയായിട്ട് ഞാനൊന്ന് കാണട്ടെ. സ്തോത്രം, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ന്യായീകരണം കിട്ടിയേ പറ്റൂ, ഓർഡർ കിട്ടിയേ പറ്റൂ. ഇൻജങ്ഷൻ ഓർഡർ എന്തോ ആണെങ്കിലും കോർട്ടിൽ നിന്ന് ഇവൻ ഇന്നസെന്റ് ആണ് എന്നുള്ളൊരു ഓർഡർ നിനക്ക് കിട്ടിയേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തൂക്കുകയറാം. അപ്പോൾ തൂക്കുകയറിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നിനക്ക് ലഭിക്കുന്ന ഒരു കാർഡാണ്, ഒരു പാസ്സാണ്, ഒരു സർട്ടിഫിക്കറ്റ് ആണ് ന്യായീകരണം. ന്യായീകരണം നിനക്ക് ലഭിക്കണമെങ്കിൽ ചുമ്മാ ഒന്നും ലഭിക്കുകയില്ല. നിന്റെ ഹൃദയാന്തർഭാഗത്ത് അനുതാപത്തിൻ മിഴിനീരോടെ സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതൻ നിനക്ക് വേണ്ടി ചെയ്തതിനെ മനസ്സിലാക്കുന്ന ഒരുവനാണ് ന്യായീകരണം ലഭിക്കുന്നത്.
ന്യായീകരണം കഴിഞ്ഞിട്ടാണ് നീതീകരണം. വളരെ കൃത്യമായിട്ട് ഈ റോമർക്കെഴുതിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഇങ്ങനെ എടുത്തു പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ പോകും. അപ്പോൾ ക്ലാസ്സുകൾ ഒരുപാട് നീളും. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയും. അപ്പോൾ വായിക്കൊണ്ട് ഏറ്റു പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സംഭവം നടന്നിരിക്കണം. എന്തുവാ സംഭവം? അനുതാപത്തിൻ മിഴിനീർ നിനക്ക് വരുന്നതല്ല സംഭവം. എന്റെ യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി വധിക്കപ്പെട്ടു, ക്രൂശിലേറ്റപ്പെട്ടു, തന്റെ ജീവൻ ഒടുക്കി. ശ്രദ്ധിക്കണേ, പോയില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് പോകരുത്. ഇപ്പൊ കോടതിയില് നമ്മൾ അവിടെ ചെന്നു, ഇനി സ്വർഗീയ കോടതി തന്നെയാട്ട് അങ്ങനെ അങ്ങ് എടുക്കാം. ദൈവമാണ് പ്രധാന ന്യായാധിപനായിട്ട് നിൽക്കുന്നത്. ഇവന് ഡെഫിനറ്റ് ആയിട്ടും കൊലക്കുറ്റം കൊടുക്കണം. അങ്ങനെയുള്ള പാപമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതല്ലേ പറയുന്നത്, നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ മരണം എന്നുള്ളത് കൃത്യമായിട്ട് ആത്മപ്രകാരവും ജഡപ്രകാരവും നീ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ ആത്മപ്രകാരമുള്ള മരണം ഏതും തോട്ടത്തിൽ വെച്ച് നടന്നു. നിന്നെ ജഡപ്രകാരം ജീവിപ്പിച്ച എന്റെ ദൈവത്തിന്റെ മഹാകരുണയാ. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അപ്പോൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു അവസരമാണ് ഈ ലോക ജീവിതം എന്നുള്ളത് നീ മനസ്സിലാക്കണം. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവം ഇവനെ, അതാണ് പറയുന്നത്, അവന് ആരോട്? 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ഇല്ലെങ്കിൽ സമാധാനമില്ല. അതാണ് പറയുന്നത്, എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതാണ് 9-ാം വാക്യത്തിൽ. അപ്പോൾ 1-9 വാക്യങ്ങൾ നിനക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നാം ആ ഓർഡർ അഥവാ ന്യായീകരണത്തിന്റെ ഓർഡർ വളരെ കൃത്യമായി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ ക്ലോസ്, നമ്മൾ മരിച്ചു പോകും. അപ്പോൾ എന്ത് നടക്കണം? ദൈവം നോക്കി ഇവനെ ശിക്ഷിക്കണമല്ലോ, ഇവന് മരണമാണല്ലോ പ്രത്യേകിച്ച്. കാരണം ഇവൻ ദൈവത്തെ അനുസരിക്കാത്തവനാണ്. വളരെ കൃത്യമായിട്ട് ദൈവം നോക്കുമ്പോൾ അപ്പുറത്ത് ആര് നിൽക്കുന്നു? യേശു നിൽക്കുന്നു. എന്തുവാ യേശു പറയുന്നത്? ദൈവമേ, ദൈവമേ, ഈ സോമശേഖർ അറിയാതെ ചെയ്തു പോയതാ, പക്ഷെ അവന് വേണ്ടി എന്റെ ജീവൻ ഞാൻ കാൽവറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ് നിന്റെ തെറ്റുകൾ എന്റെ ദൈവത്തിന്റെ മുൻപാകെ കൺഫസ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിന്നെ അനുവദിച്ചു. എന്റെ പാപങ്ങൾ പോകണം, ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. സ്വർഗോന്നതികളിൽ ഇരുന്നവൻ, സർവശക്തനായവൻ, സർവവ്യാപിയായവൻ, സർവജ്ഞാനിയായവൻ, തന്റെ ഏകജാതൻ ഇതേ ഗുണങ്ങളോടുകൂടെ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ജഡാവതാരമെടുത്ത് നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2000 വർഷം മുൻപേ അവൻ തൂക്കപ്പെട്ടു എന്നതാണ് ദൈവത്തിന്റെ പ്രത്യേകമായ പദ്ധതിയെങ്കിൽ. ഈ ദൈവം തുടങ്ങിയത് എപ്പോഴാണ്? തീത്തോസ് 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ, ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനും മുൻപേ നമ്മുടെ നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ ഏകജാതനെ കുരുതി കൊടുത്തു എന്നുള്ളതാണ് ആപ്തവാക്യമെങ്കിൽ, ഇവിടെയാണ് ദൈവമാണ് പറയുന്നത്, എന്റെ ഏകജാതനായവൻ നിനക്ക് വേണ്ടി മരിച്ചതിനാൽ ആ യേശുവിൽ നീ അനുതാപത്തോടെ നിന്റെ പിഴകളേറ്റു പറയുകയാണെങ്കിൽ here is the order, ന്യായീകരണത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഓർഡർ. അപ്പോൾ ആദ്യമേ നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ന്യായീകരണം. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ഉം 9-ഉം വാക്യങ്ങളിൽ ജസ്റ്റിഫിക്കേഷൻ എന്ന കൃത്യമായിട്ടുള്ള പദത്തിന് പകരം അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നീതീകരണം. നീതീകരണമായില്ല, നാം കോടതിയിൽ നിൽക്കുകയാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അടക്കപ്പെട്ടതൊന്നും പ്രശ്നമൊന്നുമല്ല. ഇപ്പോഴ് ഒരുത്തനെ കൊന്നു നമ്മളെ തൂക്കി വിധിച്ചു കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം മാറിയില്ലേ? ശിക്ഷ മാറിയില്ലേ? ശവശരീരത്തെ വീണ്ടും പിന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പോൾ നാം തന്നെ ആ ശിക്ഷ അനുഭവിക്കുന്നവരുടെ ആ കേസ് തീർന്നു. ഇവിടെ ആരാണ് നമുക്ക് വേണ്ടി ആ ശിക്ഷ അനുഭവിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ.
യേശുക്രിസ്തു ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നിന്റെ ആ കൃത്യമായിട്ടുള്ള പേശികളിൽ നീ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്റെ ദൈവമേ, ഞാൻ മരിക്കേണ്ടവനായിരുന്നു. എന്റെ ദൈവത്തിന്റെ മുൻപാകെ അവന്റെ കോപത്തിന് ഞാൻ അധീനനാകുമായിരുന്നു. ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്റെ യേശു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്ന് വ്യക്തമായി ദൈവം തന്റെ ഗബ്രിയേൽ ദൂതനിലൂടെ പ്രവചിക്കുമ്പോൾ അഥവാ കൃത്യമായി നമ്മെ അറിയിക്കുമ്പോൾ അവൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം വരുമ്പോഴാണ് നിനക്ക് അനുതാപത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ മുൻപാകെ കൊടുക്കുവാൻ നിവർത്തിയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയില്ല കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് 9-ാം വാക്യം വീണ്ടും വായിച്ചേ. റോമർ 10:9. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും മതി. അപ്പോൾ വായ് കൊണ്ട് ഏറ്റു പറയുന്ന ആ സന്ദർഭം എപ്പോഴാ? എന്റെ യേശു നിനക്ക് വേണ്ടി മരിച്ചു, പരിഹാരകനായി എന്നത് നിന്റെ ഹൃദയത്തിൽ നീ കൃത്യമായി വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത്. ദൈവമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. അതാണ് അനുതാപത്തിന് മിഴുനീരോട് ഒരു പാട്ടുണ്ടല്ലോ, പാട്ടുകാരനൊക്കെ പാടിയിരിക്കുക. അർത്ഥമില്ലാതൊന്നുമല്ല അവർ പാടിയേക്കുന്നത്. ആത്മാവിന്റെ പ്രത്യേകമായ പുരസ്കരണം കൊണ്ടാണ് അവർ അങ്ങനെയുള്ള ഗാനങ്ങൾ എഴുതിയത്. അപ്പോൾ വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം, നിനക്കാദ്യമേ ലഭിക്കുന്നത് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ഒരു ജസ്റ്റിഫിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റിഫിക്കേഷന്റെ ഇതര വാക്കുകൾ ഞാൻ വ്യക്തമായി നിങ്ങളോട് അറിയിച്ചു. അത് വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒരുപാട് എടുക്കും. അതിലേക്ക് ഞാൻ പോകുന്നില്ല. എല്ലാ മനുഷ്യരും, വിശ്വാസികൾ എന്ന് പറയാൻ ഒക്കത്തില്ല, എല്ലാ മനുഷ്യരും വിശ്വാസികളാകുവാനുള്ള ആദ്യത്തെ ചുവടുവയ്പ് യഥാർത്ഥമായ നിന്റെ അനുതാപമാണ്. ആ അനുതാപം നിന്റെ ഹൃദയത്തിൽ എങ്ങനെ വന്നു? നീ ക്രൂശിന്മേൽ നോക്കി, നിനക്ക് വേണ്ടി ഒരുവൻ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. ബാക്കി പറയണ്ട. സുവിശേഷത്തിന്റെ ആദ്യത്തെ ചുവട് നീ അവിടെ വെച്ചു. എന്താണ്? അനുതാപത്തിൻ മിഴിനീരോടെ പിഴകൾ ഏറ്റു പറയുമെങ്കിൽ, അതല്ലേ പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. അപ്പോൾ നിന്റെ പിഴവുകൾ നിനക്ക് ഏറ്റു പറയണമെങ്കിൽ നീ ഏത് ദർശനം കാണണം? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ, മൂന്നാണികളിന്മേൽ, കാരിരുമ്പാണികളിന്മേൽ തറയ്ക്കപ്പെട്ട് അവന്റെ അവസാനത്തുള്ളി രക്തവും അവന്റെ ശരീരത്തിൽ നിന്ന് അവൻ വാർന്നൊഴുക്കി, അവൻ യാതൊരു ജീവനും ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ലോകത്തിലെ ഒരൊറ്റ കുരിശിൽ യാഗമാക്കപ്പെട്ടവനും നിലവിളിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് അവൻ ക്രൂശിന്മേൽ നിലവിളിച്ചു എന്ന് പറയുന്നത്, പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു എന്ന് നീ മനസ്സിലാക്കിയാൽ നീയാണ് അനുതപിക്കേണ്ടത്. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹി ഈസ് മൈ സേവിയർ എന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേരെ കൊണ്ട് ചാടിപ്പിക്കുന്നതല്ല വേദം. വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കണം, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്റെ യേശു ക്രൂശിന്മേൽ മരിച്ചു. അപ്പോൾ സുവിശേഷത്തിന്റെ ആദ്യത്തെ പടവിലേക്ക് ആദ്യത്തെ ചുവട് നീ വെച്ചു കഴിഞ്ഞു. എന്താണ്? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. എന്തിനാ വായ് കൊണ്ട് യേശുവിനെ? യേശു അല്ല, യേശു എന്ന കർത്താവ്. അപ്പോൾ ലോർഡ് ജീസസ്, അവനെ നാം ഏറ്റു പറയുമ്പോൾ എന്താണ് അർത്ഥം? എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിന്മേൽ കയറി അവൻ മരിച്ചു. അതവിടെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. 9-ാം വാക്യത്തിൽ ആ ഭാഗം കൊടുത്തിട്ടില്ല. എന്താണ് കാര്യം? ആ ഭാഗമാണ് നിന്നെ ദൈവത്തിന്റെ പൈതലാക്കുവാനുള്ള ഒരു അഡ്മിഷൻ കാർഡ് നിനക്ക് തന്നത്. ഇനിയും നിനക്ക് നടക്കണം. വർഷാവിന്റെ ഫീസ് കൊടുക്കണം. കോളേജിലെ അഡ്മിഷൻ നിനക്ക് കിട്ടി, അതിന്റെ ക്ലാസ്സിൽ നീ കയറി പഠനം ആരംഭിച്ചില്ലേ, നീ ഒരു സ്റ്റുഡന്റ് എന്ന് പറയാൻ തക്കവണ്ണം നോക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഏറ്റുപറയുകയും ദൈവം അവനെ, അടുത്ത വാക്യം വായിച്ചു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ പരിപാടി ചെയ്യണം. എന്താ?
യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് നീ രക്ഷാപൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. രക്ഷാപൂർത്തീകരണം എന്നുള്ള വാക്ക് തെറ്റാണ്, അത് അവസാന സ്വർഗത്തിൽ പോകുമ്പോഴാണ്. നീ രക്ഷയിലേക്ക് വരുന്നില്ല. നീ ഏതിലേക്കാ വരുന്നത്? നിനക്കൊരു ഓർഡർ കിട്ടി, ജസ്റ്റിഫിക്കേഷൻ. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാത്ത ദൈവമക്കൾ അത് മനസ്സിലാക്കി എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിനക്കൊരു ജസ്റ്റിഫിക്കേഷൻ, ന്യായീകരണം എന്നൊരു ഓർഡർ കിട്ടി. ഈ ഓർഡർ നിനക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നീ ആരുടെ കോപത്തിൽ നിന്ന് മാറുകയുള്ളൂ? ദൈവത്തിന്റെ കോപത്തിൽ നിന്ന് മാറുകയുള്ളൂ. ആ ഓർഡർ നിന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തോട് സമാധാനമുള്ളൂ. അതാണ് 5:1 നാം വായിച്ചത്. കോപം എന്നത് 5:9 നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വ്യക്തമായ കോപത്തിൽ നിന്നും വ്യക്തമായ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് നിന്നെ കൊണ്ടുവരണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ദൈവമേ, എന്റെ പാപങ്ങൾ പൊറുക്കണമേ, നിന്റെ പുത്രൻ എനിക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നല്ലോ. അടുത്ത വാക്യം, ആ വാക്യത്തിന്റെ 2ാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ 2ാമത്തെ സ്റ്റെപ്പാണ് നീ രക്ഷിക്കപ്പെടുന്നത്. മനസ്സിലായോ? ആദ്യത്തെ സ്റ്റെപ്പ് നിന്റെ പാപത്തിന്റെ കഠിനത, നിനക്കൊരിക്കലും ദൈവത്തിന്റെ മകനാകുവാൻ ഒക്കുകയില്ല എന്നത് വ്യക്തമായി നീ മനസ്സിലാക്കി നീ അനുഭവിക്കേണ്ടുന്ന ആ വ്യക്തമായ ശിക്ഷ കുരിശിന്മേൽ, മരക്കുരിശിന്മേൽ യേശു അനുഭവിച്ചു. അതുകൊണ്ടാണ് നീ അവനെ വിളിക്കുന്നത് യേശുവേ, നീ എന്റെ കർത്താവാകുന്നു. കർത്താവായ യേശുവേ എന്ന് നീ വിളിക്കുമ്പോൾ നിനക്ക് എന്ത് കിട്ടി? യഹോവയായ ദൈവം നിനക്ക് സമാധാനം. ഞാൻ നിന്നെ അംഗീകരിക്കുന്നു. ഹിയർ ഈസ് ദ ഓർഡർ. എന്താ പറഞ്ഞത്? ഇതാണ് ഓർഡർ. വളരെ കൃത്യമായിട്ട് ഈ ഓർഡർ നിനക്ക് ഞാൻ തരുന്നു. എന്താ? ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ. ജഡ്ജിന്റെ മുൻപാകെ, ന്യായാധിപന്റെ മുൻപാകെ നിനക്കത് ലഭ്യമാകുമ്പോൾ നിനക്കാണ്, തുള്ളിച്ചാടാൻ വരട്ടെ, നിനക്കാണ് വ്യക്തമായി മനസ്സിലാകുന്നത്, ഓ, ശിക്ഷയിൽ നിന്ന് ഞാൻ ഒഴിവായി. ശിക്ഷയിൽ നിന്ന് ഒഴിവായ നീ എന്തിൽ വിശ്വസിക്കണം? അതാണ് നാം വായിച്ചത്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിക്കണം. ആദ്യമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റ് എന്നൊരൊറ്റ വാക്കി പറഞ്ഞാൽ നിനക്ക് നടക്കരുതെന്നായി പറഞ്ഞതിന്റെ കാര്യം. ആദ്യമേ കൃത്യമായിട്ട് നിന്റെ പാപത്തിന്റെ വിടുതൽ നിനക്ക് ലഭിക്കണം. അത് ആരുടെ ചെയ്തിയാൽ നിനക്ക് ലഭിച്ചു? പുത്രന്റെ ചെയ്തിയാൽ ലഭിച്ചു. അപ്പോൾ അത് പുത്രൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സുവിശേഷത്തിന്റെ 2ാമത്തെ പടിയിലേക്ക് നീ കടക്കുന്നത്. എന്താണ് 2ാമത്തെ പടി? രക്ഷ എന്നത്. ഇപ്പൊ നിനക്ക് എന്ത് കിട്ടി? സമാധാനം കിട്ടി. ഓ, ഞാൻ ഈ ചാകുകയില്ല, എന്റെ ശിക്ഷ എന്റെ ദൈവം എടുത്തു. പക്ഷേ നിനക്ക് എന്ത് വേണം? നീ രക്ഷിക്കപ്പെടണം. ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നിനക്ക് കിട്ടിയത് കൊണ്ട് നീ രക്ഷിക്കപ്പെടുന്നില്ല. അതിനാണ് നീ പറയുന്നത് ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ. അപ്പൊ പ്രധാനപ്പെട്ട കാര്യമൊക്കെ ലോകത്ത് ആരും അറിയുന്നില്ല. നീയും എന്റെ ദൈവവുമായിട്ടുള്ള ഒരു സീക്രട്ട് ഏർപ്പാടാണ്, ഇല്ലേ? നിന്റെ ഹൃദയത്തിൽ നീ വിശ്വസിച്ചു, എന്റെ ദൈവമേ, നിന്റെ ഏകജാതൻ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, എനിക്ക് ആ ജസ്റ്റിഫിക്കേഷൻ, ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടി. എന്നാൽ അടുത്തായിട്ട് ഞാൻ എന്ത് വിശ്വസിക്കണം? കർത്താവേ, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കണം. ആരോടും നീ പറയണ്ട, നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി. പക്ഷേ ഹൃദയത്തിന്റെ തന്ത്രികളെ മെനഞ്ഞ എന്റെ നിരൂപണങ്ങളെ നീ അറിയുന്നു എന്ന് ദാവീദ് പറയുന്നത് പോലെ വളരെ വ്യക്തമായി നിന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിനക്ക് സംജാതമാക്കുന്നതാണ് രക്ഷ. പക്ഷേ 9ാം വാക്യത്തിലെ പ്രധാന കഥാപാത്രം ആരാണെന്ന് നിനക്കറിയാമോ? കർത്താവായ യേശു ക്രിസ്തു അല്ല, അതിനുവേണ്ടി തന്റെ ഏകജാതനെ നിയോഗിച്ച, സമാധാനം നമുക്ക് നൽകുന്ന, രക്ഷ നമുക്ക് നൽകുന്ന
പിതാവാം ദൈവമാണ് എന്നത് നീ മനസ്സിലാക്കിയാൽ അവിടുത്തെ പ്രധാന കഥാപാത്രം ആരാണ്? ദൈവം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിച്ചു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. മതി. യേശുവിന് ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നു? ചിന്തിച്ച്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വരുമ്പോൾ അവൻ എടുത്ത ഒരു തീരുമാനമുണ്ട്. പാപത്തെക്കുറിച്ച് 3 യവനപദങ്ങൾ അവിടെയുണ്ട്. ഹമർഷ്യ, ഹമർട്ടാനോ, ഹമർട്ടോലോസ്. വളരെ ഈസി ആയിട്ടുള്ള 3 പദങ്ങളാണ്. ഹമർഷ്യ എന്ന് പറഞ്ഞാൽ പാപം, അമർട്ടാനോ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുക, ഹമർട്ടോലോസ് എന്ന് പറഞ്ഞാൽ പാപി. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു സ്ഥാനത്തും എന്റെ ദൈവത്തിന്റെ ഏകജാതനെ ഹമർഷ്യ എന്ന നാമത്തോട് മാത്രമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ആ പാപം അവൻ ചെയ്തതല്ല, ആ പാപം അവൻ നിരച്ചതല്ല. നീ ചെയ്ത പാപങ്ങളെ അവൻ വഹിക്കൊണ്ടാണ് ഈ വാക്യം നാം വായിക്കുന്നത്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളി. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുമോ? കർത്താവ് ചെയ്തത് നിനക്ക് വേണ്ടിയാണ്. അവൻ ജഡരൂപിയായപ്പോൾ, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അവനായപ്പോൾ അവന് വ്യക്തമായി അറിയാം, ഞാൻ മരിച്ചേ സത്യമാകെയുള്ളൂ. പാപത്തെ നീ സ്പർശിച്ചാലും പാപത്തിന്റെ അരികിൽ നീ നിന്നാലും നിനക്ക് നിത്യമായ ഒരു ശിക്ഷ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് തന്നെ വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അഭയയാചനയോടും അവൻ കണ്ണുനീരോടും കൂടെ അപേക്ഷിച്ചതിനാണ് ദൈവം അവന് ഉത്തരം തന്നത്. ആ വാക്യം വിശദീകരിക്കണമെങ്കിൽ ഒരുപാടുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്തെന്നറിയാമോ? യേശു മാനവജാതിയുടെ പാപത്തെ തന്റെ തോളുകളിൽ വഹിക്കുമ്പോൾ അവൻ ഒന്ന് മനസ്സിലായി, ഇനി ഒരു മരണമല്ലാതെ എനിക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് പറയുമ്പോൾ വ്യക്തമായി ശക്തമായി എന്റെ കർത്താവ് കണ്ണുനീരൊഴുക്കിയതിന്റെ ഒരു കാര്യം കൂടെ പറയാം. 9:10 ഇനി 5 മിനിറ്റേ ഉള്ളൂ. അതിന്റെ അർത്ഥം അടുത്ത ക്ലാസ്സിലും ഇത് തന്നെയാണ് നമ്മൾ പറയുവാൻ തക്കവണ്ണം പോകുന്നത്. അപ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കാര്യം, എന്തുകൊണ്ടായി ഇത്ര ധൈര്യമായിട്ട് നമ്മൾ കോടതി ചെന്ന് നിൽക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന ഒരു ധാർഷ്ട്യപൂർവമായ ചിന്ത. ഞാൻ അങ്ങനെ പറയാണ്, ഓ യേശു എന്റെ പാപമെല്ലാം വഹിച്ചു, ആ ധൈര്യത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ എന്റെ യേശു ദൈവത്തിന്റെ കോടതിയിൽ അവനറിയാം, അവന് വേണ്ടി മരിക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിയും അവിടെയില്ല, ഒരൊറ്റ ദൂതനുമില്ല, ആരുമില്ല. താൻ തന്നെ ആ മരണത്തെ അഭിമുഖീകരിക്കണം എന്നതായിരുന്നു അവന്റെ വ്യക്തമായ ചിന്ത എന്നത് നാം മനസ്സിലാക്കിയാൽ, അതുകൊണ്ടാണ് തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ഇത്രയും എന്റെ യേശു ചെയ്തെങ്കിൽ നാം ഇതിന്റെ ഏതെങ്കിലും ഒരു അംശത്തിന്റെ അംശം ചെയ്യുന്നുണ്ടോ? ചിന്തിച്ച്. യേശു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആ പാപത്തെ തൊടുവാൻ ആഗ്രഹിച്ചു എങ്കിൽ, മനോഹരമായൊരു വാക്യമുണ്ട്, പത്രോസ് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം. സിന്ധു തന്നിട്ടില്ല, പെട്ടെന്ന് എടുത്തു. നാം പാപം സംബന്ധിച്ച് മരിച്ച് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ
നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവനെ ക്രൂശിന്മേൽ കയറി പറഞ്ഞു വായിച്ചേ. അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ അവിടെ. അപ്പോൾ നിന്റെ പാപങ്ങൾക്ക് ഒരു പരിധി വരെ അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു. പക്ഷെ അവൻ എന്ത് ചെയ്യണം? അവൻ മരിച്ചേ സാധ്യമാകുകയുള്ളൂ. കാരണം ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കും എന്ത് ലഭിക്കുകയുള്ളൂ? ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുകയുള്ളൂ. നിസ്സാരമായതല്ലേ രക്ഷയുടെ പ്രത്യേകമായിട്ടുള്ള വചനം. ഈ വാക്യം എന്ന് പറയുന്നത് നമ്മെ സ്പർശിക്കുന്ന. പത്രോസിനൊക്കെ എങ്ങനെ ഈ വാക്യങ്ങൾ എഴുതാൻ തക്കവണ്ണം പറ്റി? അവന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം വന്നു. എന്തിനാ അവൻ മരിച്ചത്? അവൻ മരിച്ചെങ്കിൽ മാത്രമേ എന്റെ കർത്താവിനെ, എന്റെ ദൈവത്തിന് അവനെ ഉയർപ്പിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. അവനെ ഉയർപ്പിച്ചെങ്കിൽ മാത്രമേ അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്. എന്താണ്? ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ ആദ്യത്തെ ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിന്റെ ന്യായീകരണമാകുമ്പോൾ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏതിലേക്ക് നീ മാറുന്നത്? നീതീകരണത്തിലേക്ക് നീ മാറുന്നത്. അർത്ഥം വ്യക്തമായി ശക്തമായി ന്യായീകരിക്കപ്പെടുന്ന ഒരുവന് മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? നീതീകരണം ലഭിക്കുകയുള്ളൂ. ശ്രദ്ധിക്കണേ, അടുത്ത ക്ലാസ്സിൽ 9, 14, 12, 13 ന്യായീകരണം ലഭിച്ച നിനക്കാണ് നീതീകരണം ലഭിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളത്. നീതീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ ഹൃദയം കൊണ്ട് നീ രക്ഷിക്കപ്പെട്ടു എന്ന് നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുകയുള്ളൂ. അടുത്ത ക്ലാസ്സിലെ മുഖവര ഞാനെന്ന് പറയാം. ന്യായീകരണം നിന്റെ യാതൊരു പ്രവൃത്തിയാലുമല്ല. നീതീകരണം ആദ്യമായി നീ നീതീകരിക്കപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നതും നിന്റെ യാതൊരു പ്രവൃത്തിയാലുമല്ല. എന്നാൽ അടുത്ത സ്റ്റെപ്പ് നീ വെക്കുന്നത് ഒരു പ്രവൃത്തിയുടെ പദ്ധതിയിലേക്കാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ, അങ്ങനെയുള്ള ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, യേശു നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. നീ അത് വിശ്വസിച്ചു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ദൈവത്തിന്റെ പ്രത്യേകമായ പരിഗണനയാകുമ്പോൾ അതിൽ നീ വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും എന്നതാണ് ഫോർമുല. എങ്കിൽ വ്യക്തമായി ശക്തമായി ഞാൻ പറയട്ടെ, യേശു നിനക്ക് മുൻപായി. 10-ാം വാക്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇന്ന് രണ്ടിന്റെയും സമ്മറിയാണ് 10-ാം വാക്യം. ന്യായീകരണമില്ലാതെ നിനക്ക് നീതീകരണം ലഭിക്കുകയില്ല. നീതീകരണമില്ലാതെ നീ രക്ഷിക്കപ്പെടുകയില്ല. രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം നിനക്ക് തന്ന ഏക അവസരം എന്നതാണ് നീതീകരണം. ഏതിലൂടെയാണ് നീ അത് ചെയ്യുന്നത്? ന്യായീകരണം. കഴിഞ്ഞ വാക്യങ്ങളിലെ ആ ന്യായീകരണവും നീതീകരണത്തിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് ശ്രദ്ധയോടുകൂടെ നിങ്ങൾ പഠിച്ചാൽ ദൈവം നമ്മെ ന്യായീകരിച്ച് വളരെ വ്യക്തമായി രക്ഷയുടെ ആദ്യത്തെ ചുവട് തൊടുവാൻ തക്കവണ്ണം നിന്നെ സമീപത്ത് നിർത്തിക്കൊണ്ട് എന്റെ ദൈവമാണ് ആജ്ഞാപിക്കുന്നത്, ഇനി ഞാൻ നിന്റെ ഹൃദയത്തെ ആ വിശ്വാസം കൊണ്ട് നീ നിറയ്ക്കുകയാണ് എങ്കിൽ ഞാൻ നിന്നെ നീതീകരിക്കുന്നു. കർത്താവിന് എങ്ങനെ, ദൈവത്തിന് എങ്ങനെ നമ്മളെ നീതീകരിക്കാൻ പറ്റും? നമ്മുടെ പാപങ്ങളുടെ ഒരു വിടുതൽ കിട്ടി. വ്യക്തമായി യേശുവിന്റെ മരണം മൂലം എന്റെ ശിക്ഷാവിധി മാറി എന്നത് നാം മനസ്സിലാക്കുമ്പോൾ അതിശ്രദ്ധേയമായ അഭാഗ്യ പദവിയിലേക്ക് ദൈവം നമ്മെ നടത്തുമ്പോൾ നീതീകരണത്തിന് വിധേയരായ നാം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കേണ്ടത് എന്ന് 10-ാം വാക്യം റോമർ 10:10 നമുക്ക് ചിന്തിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റേ വാക്യം എടുക്കാൻ തക്കവണ്ണം പറ്റില്ല. ഞാൻ വിചാരിച്ചത് തീർക്കാമെന്ന് ദൈവം നമ്മെ മനഃപൂർവ്വമായി അനുഗ്രഹിക്കട്ടെ. ന്യായീകരണം പ്രാപിച്ച, നീതീകരണം പ്രാപിച്ച നമുക്ക് രക്ഷയുടെ പടവുകൾ കയറി സ്വർഗലോകത്തെത്തുവാൻ തക്കവണ്ണം അനേക കടമ്പുകളുണ്ട്. നിസ്സാരമായി വിചാരിക്കല്ലേ. അതിലേക്ക് നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഉത്സുകരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.